കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് PM ശ്രീയുടെ യാതൊരു ഫണ്ടും ലഭിച്ചിട്ടില്ല. PM ശ്രീ നടപ്പാക്കാത്ത കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷാ പദ്ധതിയിൽ നിന്നാണ് തുക നൽകിയത്. കോൺഗ്രസ് MP ജെബി മേത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരി മറുപടി നൽകിയത്. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി ചേരുന്ന. YS അഭിനന്ദ, കേരളത്തിൽ അപ്പോൾ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ല, ധാരണാപത്രം ഒപ്പുവയ്ക്കുക മാത്രമാണ് ചെയ്ത്. കേരളത്തിന് തുക ലഭിക്കുന്നത് SSKയിൽ നിന്നാണെന്നാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ മറുപടി. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ വലിയ വാക്പോര്, വാദപ്രതിവാദങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നതിനിടയിലാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ ഒരു മറുപടി അത് രാജ്യസഭയിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് MP ജെബി മേത്തർ ചോദിച്ച ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരമായി ഒരു മറുപടി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് PM ശ്രീ പദ്ധതിയിൽ ഒരു സംസ്ഥാന സർക്കാർ സ്കൂൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി വ്യക്തമാക്കിയത്. ഇതിന്റെ പ്രക്രിയ എന്നത് ഇങ്ങനെയാണ് കീർത്തന. ആദ്യം ധാരണാപത്രത്തിൽ ഒപ്പിടും. ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം അത് അംഗീകാരം ലഭിക്കും. അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നൽകണം. സംസ്ഥാന സർക്കാരുകളാണ് സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നൽകേണ്ടത്. എത്ര സ്കൂളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അംഗീകാരം ലഭിക്കും, PM ശ്രീ പദ്ധതിയിൽ എത്രയൊക്കെ സ്കൂളുകളെ അതിന്റെ മാനദണ്ഡം അനുസരിച്ച് നൽകാം എന്നതടക്കം സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഒരൊറ്റ സ്കൂൾ പോലും തിരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ അത് വ്യക്തമാക്കുന്ന ഒരു പട്ടിക തന്നെയാണ് നിലവിൽ പുറത്തുവിടുകയും ചെയ്തത്. കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള, അതായത് ഇപ്പോഴും കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയ സ്കൂളുകളുണ്ട്. 47 അതിന്റെ എണ്ണം. ആ 47 സ്കൂളുകളും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ ഒരൊറ്റ സ്കൂൾ പോലും തിരഞ്ഞെടുത്ത് നൽകിയിട്ടില്ല എന്നുകൂടി മറുപടിയിൽ പറയുകയാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഫണ്ട് അത് PM ശ്രീ പ്രകാരമുള്ള ഫണ്ടല്ല, SSK, അതായത് സർവശിക്ഷ അഭിയാന്റെ ഭാഗമായിട്ട് നൽകുന്ന ഫണ്ടാണ്. ടൈറ്റിൽ ടു എഡ്യൂക്കേഷൻ വിഹിതമായ 99.27 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് കൂടി ഇപ്പോൾ പറയുകയാണ്. PM ശ്രീക്കായി പ്രത്യേകം ഒരു തരത്തിലുള്ള ഫണ്ടുകളും സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടില്ല എന്നുള്ള മറുപടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് മാറാൻ പോവുകയാണ്. നാളെ എന്തായാലും V ശിവൻകുട്ടി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കാനൊന്നും അറിയില്ല. കാരണം ഈ MOU ഒപ്പിട്ടതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു ആദ്യം ഉണ്ടായത്. പിന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവടക്കം വിമർശനം വന്നു. പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം, അതിനെ വിമർശിച്ചുകൊണ്ട് ഇടതുപക്ഷം രംഗത്ത് വരുന്നു. അതിനിടയിലാണ് MOU മാത്രമാണ് ഒപ്പിട്ടത്. ധാരണാപത്രം പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ വന്ന് പറയുകയാണ് കേരളത്തിൽ PM ശ്രീയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. ഇനി രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക തന്നെ ചെയ്യും. കീർത്തനം, ശരി, എന്തായാലും വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾ നടക്കുന്ന ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ധാരണാപത്രം ഒപ്പുവെച്ചല്ലാതെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല. കേരളത്തിന് തുക നൽകുന്നത് SSKയിൽ നിന്നാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. വിശദാംശങ്ങളാണ് YS അഭിനന്ദ് നൽകിയത്.